അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. അപ്പോൾ ഞാനുള്ളത് രാമനാട്ടുകര ടാറ്റൻ്റെ ഷോറൂമിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ മീൻ വണ്ടി, നമ്മുടെ സുൽത്താൻ്റെ 6ാമത്തെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നും നോക്കിയില്ല, പുതിയ ചേസ് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകിലെ യാർഡിൽ വന്നാണ്. വണ്ടി വേറെ ഏതുമില്ല, നമ്മുടെ ടാറ്റയുടെ 712 വണ്ടി കേട്ടോ. വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ടെമ്പററി പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് വന്നതാണ് കേട്ടോ. ഇവരുടെ യാർഡിലാണ് വണ്ടി ഉള്ളത്. ഇനി ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അകവും പുറമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല, AC ആണ് കേട്ടോ വണ്ടി, AC ക്യാബിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്ലസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ടാറ്റയുടെ പുതിയ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കിട്ടിലും വണ്ടിയിട്ട് ഒന്നും പറയാനില്ല. ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് നോക്കുന്ന സമയത്ത് പഴയ ടാറ്റയുടെ 407 കയറുന്ന സമയത്ത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഡിഫറൻസ് അല്ല കേട്ടോ. അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും വേറെ തന്നെയാണ്. പിന്നെ AC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാബിന് അടിപൊളിയായിട്ട് കൂളാവുന്നുണ്ട് കേട്ടോ. പക്ഷേ മൈലേജിൻ്റെ കാര്യമായിരിക്കും പ്രശ്നം ഉണ്ടാവുക. മുതലാളി ഇപ്പം തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ തന്നെ കൊണ്ടുവച്ചാണ്. ഇവിടുന്നാണ് ഇനി നമ്മൾ ഡെലിവറി എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ആയിക്കോട്ടെ സൈഡ് ആയിക്കോട്ടെ സെറ്റപ്പാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കോയമ്പത്തൂരിലേക്കാണ് ബോഡി കെട്ടാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഡെലിവറി എടുക്കാം. ഞാൻ തന്നെയാണ് ഡെലിവറി എടുക്കുന്നത്. ഫസ്റ്റ് ഡ്രൈവ് ഞാൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടി കീയൊക്കെ വാങ്ങി പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വണ്ടീൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് ഒന്ന് ഓടിക്കട്ടെ. അപ്പോൾ നമ്മൾ മുതലാളി ഇതിലെ നട്ടം തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ടാണ് പുത്തൻ ചേസ് മൂപ്പർ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ മൂപ്പർ അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ വണ്ടി മുന്നോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് അടുത്ത് നമ്മൾ നേരെ പോകുന്ന പമ്പിലേക്കാണ്. ഇവരുടെ തന്നെ വക 25 ലിറ്റർ ഡീസൽ നമുക്ക് അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതടിക്കാൻ വേണ്ടി നേരെ പമ്പിലേക്ക് വണ്ടി എടുക്കുകയാണ്. ആദ്യമായിട്ട് എടുക്കുകയാണ് പുത്തൻ ചേസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് ബോഡി കെട്ടിയിട്ട് വരും. അതിന് ഏകദേശം ഒരു മാസം സമയം എടുക്കുന്നുണ്ട്. അതിന് ഞാനല്ല, മറ്റൊരു ഡ്രൈവറാണ് പോകുന്നത്. അപ്പോൾ വണ്ടി അങ്ങനെ റോഡിലേക്ക് ഇറക്കി ഞാൻ നല്ല വണ്ടി മുന്നോട്ട് എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഡ്രൈവ് ചെയ്യാനൊക്കെ കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് പുതിയ ചേസ് എടുത്തിട്ട് നമ്മുടെ കമ്പനി തന്നെ ചെയ്യുന്നത്. നമ്മൾ നിലവിലുള്ള വണ്ടികളൊക്കെ പഴയ വണ്ടികളാണ്. അപ്പോൾ ഇനി പുതിയൊരു വണ്ടി ഇറക്കിയിട്ട് നമുക്കൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ മുതലാളിയുടെ അവസാനത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർമാരുടെ ഇടയിൽ തന്നെ ഈ വണ്ടിയിൽ ആര് പോകുന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം AC ക്യാബിനാണല്ലോ, വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലാതെ AC ഇട്ടങ്ങ് പോകാമെന്നുള്ളൊരു വിചാരത്തിലാണ് ഇതിലേക്ക് ചാടാനായിട്ട് നോക്കുന്നത്. എന്തായാലും 2 മാസം എടുക്കും ഇതിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. ഇത് നമ്മൾ കോയമ്പത്തൂർ പോയിട്ടാണല്ലോ ബോഡി കെട്ടുന്നത്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നേരെ ഇവിടുന്ന് ഡീസൽ അടിച്ചതിന് ശേഷം നേരെ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. അതിനായിട്ടുള്ള ഡ്രൈവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ട്രിപ്പുള്ളത് കാരണം നമുക്ക് പോകാൻ പറ്റാത്തത് കാരണം വേറെ ഡ്രൈവറെയാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെ ഡീസൽ അടിക്കാനുള്ള പരിപാടിയാണ്. ഡീസൽ 25 ലിറ്ററാണ് കമ്പനി സ്പോൺസർ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് 6 ലിറ്ററിൻ്റെ സ്ലിപ്പ് അവർ തന്നിട്ടുള്ളൂ. ഓൾറെഡി അതിൽ 19 ലിറ്റർ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ അവരോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് 6 ലിറ്ററും അതിൻ്റെ കൂടെ തന്നെ 2000 രൂപയ്ക്ക് വേറെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഡ്രൈവർ കയറിയിട്ടുണ്ട്. നേരെ കോയമ്പത്തൂർ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ആൾ സെറ്റായിട്ടുണ്ട്. ഇനി വണ്ടി നേരെ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ പോയിട്ട് ബോഡിയൊക്കെ കെട്ടി ഒരു 1.5-2 മാസം എടുക്കും എന്നുള്ളതാണ് ഏകദേശം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇനി നമുക്ക് ഓട്ടം തുടങ്ങാം. എന്തായാലും കന്നി ട്രിപ്പ് ആരാണ് എടുക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും വണ്ടി പണി കഴിഞ്ഞ് വരട്ടെ, ബാക്കി നമുക്ക് എന്തായാലും അപ്പം നോക്കാം. ഞാൻ ആളോട് വണ്ടിയിൽ കൂടെ കയറിയിട്ട് ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് ഓടിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ആൾ കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. എന്തായാലും അവൻ പോയിട്ട് വരട്ടെ, ബാക്കി നമുക്ക് 2 മാസം കഴിഞ്ഞ് കാണാം.